ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങളിപ്പോൾ പോണ്ടിച്ചേരിയിലാണുള്ളത് എന്നുള്ളത്. അപ്പോൾ പോണ്ടിച്ചേരിയിലെ ഫസ്റ്റ് ഡേ ഫ്ലോപ്പായ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വന്നിട്ട് പോണ്ടിച്ചേരിയിലെ സെക്കൻഡ് ഡേയിൽ നമ്മൾ എവിടേക്കാണ് പോയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അധികം പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പോണ്ടിച്ചേരിയിലെത്തി ആദ്യത്തെ ദിവസത്തെ ക്ഷീണമൊക്കെ നല്ല രീതിക്ക് ഉറങ്ങി തീർത്തതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോയത് പോണ്ടി ഓഷൻ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ കുറച്ച് ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് റൈഡ്, ഇങ്ങനെ കുട്ടികൾക്കുള്ള കുറച്ച് റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് പിള്ളേർക്ക് വേണ്ടിയുള്ള ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് റൈഡ്സിലേക്കൊക്കെ ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ അനുബേബി ഇതുപോലൊരു ട്രെയിൻ റൈഡിൽ ഇങ്ങനെ പോവുകയാണ്. ആള് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് ബായി ഒക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് കേട്ടോ ആദ്യം തന്നെ പോയത്. ഭയങ്കര രസമായിരുന്നു, പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു ട്രെയിൻ റൈഡ് ഇതിലേക്ക് കറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1-1.5 മിനിറ്റ് ഇങ്ങനെ കറങ്ങി ആ ഒരു ഏരിയ ഇങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള റൈഡ്സ് ഒക്കെ പിള്ളേർക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമാണല്ലോ. അപ്പൊ അവൾ എൻജോയ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അടുത്തത് അവൾക്ക് ഈ ഒരു റൈഡിൽ കയറണമെന്ന് പറഞ്ഞത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇത് ട്രാംപലീനിൽ വന്നിട്ട് നമ്മുടെ ഒരു ഭയങ്കര ഇതായിട്ട് ജമ്പിങ് പോലുള്ള സംഭവമാണ്. അവള് എനിക്ക് പേടിയില്ല, ഞാൻ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് കയറിയത്. ആദ്യം കയറിയപ്പോ ഭയങ്കര ആ മുഖമൊക്കെ കാണാൻ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് കയറിയത്. ഞങ്ങൾ എല്ലാവരും ആവുന്നതും പറഞ്ഞതാണ്, അന്നു കേറണ്ട നീ പേടിക്കും എന്നുള്ളത്. പക്ഷെ ആൾക്ക് കയറിയേ പറ്റൂന്ന് ഒരേ നിർബന്ധമായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ളത് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കാണണം കേട്ടോ. കണ്ടല്ലോ, അങ്ങനെ ഭയങ്കര വീരവാദമൊക്കെ മുഴക്കിയിട്ട് ആ ഒരു ജമ്പിങ് റൈഡിലേക്ക് കയറിയതാണ് കേട്ടോ. ആള് മതി എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പൊ വന്ന് ഈ ഒരു ജമ്പിങ് സംഭവം ഉണ്ടല്ലോ, ജമ്പിങ് ബലൂൺ എന്തോ ഇതിനെ പറയും, മറ്റേ റൈഡിൽ കയറിയതിന്റെ ഒരു പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതിനകത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് പോയത് ഈ ഒരു ജീപ്പ് റൈഡിലാണ് കേട്ടോ. നമ്മൾ ചില മോൾസിലൊക്കെ ചെല്ലുമ്പോൾ കാണില്ലേ, ആ ഒരു ടൈപ്പ് ജീപ്പിലാണ് അനുഭവി കയറിയിട്ടുള്ളത്. അനുഭവിയുടെ വിചാരം അവള് തന്നെ ഓടിക്കുകയാണെന്നാണ് കേട്ടോ. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇങ്ങനെ ഓടിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഇങ്ങനെ ഈ ഒരു ഗ്രൗണ്ടിൽ ജസ്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ കറക്കിയിട്ട് കൊണ്ടുവരും. അപ്പൊ പോയപ്പോ ആരെയോ ഇടിക്കാനൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ ആണ് അവള് പറഞ്ഞത്, ഞാൻ ഇടിക്കാൻ പോയി, അപ്പൊ പെട്ടെന്ന് ഞാൻ ബ്രേക്കൊക്കെ പിടിച്ച് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ വന്നു കേട്ടോ ജീപ്പ് റൈഡ് ഒക്കെ കഴിഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ അനുബേബി പോയത് സിപ്പ് ലൈനിങ്ങിലാണ് കേട്ടോ. അപ്പോ ആൾക്ക് സിപ്പ് ലൈനിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു അഡ്വഞ്ചർ സോണിൽ പോയിട്ട് ഇതുപോലെ സിപ്പ് ലൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കിഡ്സിന് വേണ്ടിയുള്ള സിപ്പ് ലൈനിങ്ങിലാണ് കേട്ടോ ഇവിടെ ആള് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ബെൽറ്റും ഹെൽമെറ്റും ഒക്കെ ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പ്രൊട്ടക്ഷൻ ഗിയേഴ്സ് എല്ലാം ഇട്ട് സിപ്പ് ലൈനിലും കയറി ഈ ഒരു സൈഡിലേക്ക് വന്നു. ഇവിടുന്ന് തിരിച്ച് റിട്ടേണും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ഒരു സിപ്പ് ലൈനിങ് ഉണ്ടല്ലോ, അതിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അക്കുവാണ് റൈഡിൽ കയറിയത്. അപ്പൊ അത് തന്നെ ഈ ഒരു ബുൾ റൈഡിങ്ങിലാണ് കേട്ടോ കയറിയത്. ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടൊക്കെ കയറിയതാണ്. പക്ഷെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആള് മറിഞ്ഞു വീണു. അയ്യോ എന്റെ ഓറയൊക്കെ മൈനസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ 3 റൗണ്ട്സ് ഉണ്ടായിരുന്നു. 3 റൗണ്ട്സിലും അധികം നേരമൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല.
റൗണ്ടും ധീരമായി മറിഞ്ഞു വീണതിന് ശേഷം അക്കു അടുത്തതായി കയറാൻ പോകുന്ന ഈ ഒരു സ്ലിംഗ് ഷോട്ട് പോലത്തെ ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഇതിന്റെ പേരെന്തോ ഉണ്ടായിരുന്നു ഈ റൈഡിന്റെ, ഞാൻ മറന്നുപോയി. നേരത്തെ നമ്മുടെ അന്നുബേബി കയറിയതിന്റെ അഡൾട്ട്സിന്റെ ഒരു റൈഡാണ് കേട്ടോ ഇത്. അന്നുബേബി കയറിയത് കിഡ്സിന്റെതും അക്കു അതിന്റെ അഡൾട്ട്സിന്റെ റൈഡിലാണ് കയറുന്നത്. ഇത് എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം ഇതിന് തൊട്ട് മുന്നേ ഒരു പയ്യൻ കയറി ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് പേടിയായി. പക്ഷെ അക്കുവിന് കയറണം എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വാശിപ്പുറത്താണ് അത് കയറിയത്. ഞാനിങ്ങനെ നല്ല പേടിച്ച് നിന്നുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാനും നോക്കാനും നിന്നില്ല. നേരെ ഫോൺ ഹസിയുടെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ചവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എങ്കിൽ പിന്നെ പേടിയാണെങ്കിൽ വിടാതിരുന്നൂടെ എന്ന്. പക്ഷേ അവനൊരാഗ്രഹം പറഞ്ഞു, പിന്നെ ശ്യാമും ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാനും പിന്നെ ഓക്കെ ആയത്. അങ്ങനത്തെ ആദ്യത്തെ റൗണ്ട് പറപ്പിച്ച് വിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെക്കൻഡ് റൗണ്ട് ഓഫ് സ്ലിംഗ് ഷോട്ട് ആണ്. അപ്പോൾ അത് വന്നിട്ട് കുറച്ച് ജേർക്ക് കൂടുതലാണ് കേട്ടോ. ആദ്യത്തെ പോയിട്ട് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തതിന് അത്യാവശ്യം നല്ല ജേർക്ക് ഉണ്ടായിരുന്നു. കാണുമ്പോൾ ഞാനും പേടിച്ചു, അവിടെ നിന്നവരൊക്കെ പേടിച്ചു കേട്ടോ. കാരണം പോയിട്ട് ഇങ്ങനെ എടുത്തടിക്കുന്ന പോലെ ആയിരുന്നു. അതൊന്ന് കാണാം നമുക്ക്. അപ്പോൾ അതേ ഇതായിരുന്നു കേട്ടോ സ്ലിംഗ് ഷോട്ട്. നല്ല ഹൈറ്റിൽ പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബോഡിയൊക്കെ വല്ലാണ്ട് ഒലഞ്ഞ് അങ്ങനെയായിരുന്നു. അത്രയും റൈഡ്സിലായിരുന്നു കേട്ടോ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ഓഫ് റൈഡ്. അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ടായത്. അടുത്തത് എവിടേക്കാണ് പോയതെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ടാറ്റാ.